മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ്? ഉത്തരം റിച്ചാർഡ് നിക്സൺ. ചന്ദ്രനിലെ 1 ടൺ മണ്ണിൽ നിന്നും എത്ര ഔൺസ് വെള്ളം കിട്ടും? ഉത്തരം 32 ഔൺസ്. ചന്ദ്രനും സൂര്യനും എല്ലാം വലിയ ഗോളരൂപമുള്ള പാറകളാണെന്ന് സമർത്ഥിക്കുവാൻ ആദ്യമായി ശ്രമിച്ചത് ആരായിരുന്നു? ഉത്തരം ഗ്രീക്ക് ചിന്തകനായിരുന്ന അനക്സേഗോരാസ്. ചന്ദ്രനിലെ രാത്രിയിലെ ശരാശരി ഉപരിതല താപനില എത്രയാണ്? ഉത്തരം -173 ഡിഗ്രി സെൽഷ്യസ്. ചന്ദ്രനിൽ പോയി തിരിച്ചെത്തിയ ബഹിരാകാശ സഞ്ചാരികളെ എത്ര ദിവസമാണ് ക്വാറന്റൈൻ ചെയ്തത്? ഉത്തരം 21 ദിവസം. വലിപ്പത്തിൽ സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ എത്രാം സ്ഥാനത്താണ് ചന്ദ്രനുള്ളത്? ഉത്തരം 5. ചന്ദ്രനിൽ നിന്ന് മണ്ണ് ശേഖരിച്ച ആളില്ലാ വാഹനം? ഉത്തരം ലൂണ 16. 2007 ജപ്പാൻ വിക്ഷേപിച്ച ചാന്ദ്രപേടകം? ഉത്തരം കഗുയ. ജോൺസ് ജേക്കബ് ബെർസിലിയസ് 1817 കണ്ടെത്തിയ ഈ മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ 34 ആണ്. മുൻപ് കണ്ടെത്തിയ ഭൂമിയുടെ പേരിൽ നാമകരണം ചെയ്ത ടെലൂറിയം എന്ന മൂലകത്തോട് സാമ്യം കാരണമാണ് അദ്ദേഹം ഈ മൂലകത്തിന് പേര് നൽകിയത്. ഏതാണ് ഈ മൂലകം? ഉത്തരം സെലീനിയം. ചന്ദ്രനെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് ദേവതയാണ് സെലിൻ. സെലീന, ആർത്തമീസ്, ഹെക്കാറ്റ എന്ന 3 പേരെയും ചന്ദ്രന്റെ പ്രതിരൂപങ്ങളായി ഗ്രീക്കുകാർ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും സെലിനെ ചന്ദ്രനായി തന്നെ കണക്കാക്കുന്നു. ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സെലിനോളജി. സെലിൻ എന്ന പേരിന് സമാനമായ റോമൻ പേരാണ് ലൂണ. 21ാമത്തെ അമിനോ ആസിഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംയുക്തമാണ് സെലിനോസിസ്റ്റീൻ. എ മാൻ വിത്ത് ഗോൾഡൻ ആംസ് എന്ന് നാസ വിശേഷിപ്പിച്ച ചാന്ദ്രയാത്രികൻ ആരാണ്? ഉത്തരം ജോൺ യങ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി? ഉത്തരം വെനു ബാപ്പു ടെലിസ്കോപ്പ്. ചന്ദ്രനിൽ ഇറങ്ങിയ യാത്രികർ തൊട്ടടുത്തു നിന്ന് പോലും പരസ്പരം സംസാരിക്കുന്നത് റേഡിയോ ഉപകരണങ്ങൾ വഴിയാണ്. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട്. PSLV ഭ്രമണപഥത്തിൽ എത്തിച്ച റേഡിയോ വാർത്താ വിനിമയത്തിനുതകുന്ന സൂക്ഷ്മ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഹംസാത്ത്. ഭാരതത്തിന്റെ പുരോഗതിക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം അത്യന്ത അപേക്ഷിതമാണെന്ന് കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. കാലാവസ്ഥ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ആദ്യ ISRO ഉപഗ്രഹം ഏതാണ്? ഉത്തരം സാറ്റലൈറ്റ് മെറ്റ്സാറ്റ് മെറ്റീരിയോളജിക്കൽ. 2009 ഓഗസ്റ്റ് 29 ചന്ദ്രനിൽ ജലസാന്നിധ്യം അറിയാനുള്ള എന്ത് പരീക്ഷണങ്ങളാണ് നടന്നത്? ഉത്തരം ബിസ്തറ്റിക് റഡാർ പരീക്ഷണങ്ങൾ. ചാന്ദ്രയാൻ 1 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്ര തവണ കറങ്ങി? എത്ര ചിത്രങ്ങൾ അയച്ചു? ഉത്തരം 3400 തവണ കറങ്ങി 70,000 ചിത്രങ്ങൾ അയച്ചു. ചാന്ദ്രയാൻ 1ലെ ഇന്ത്യൻ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാമാണ്? ഉത്തരം ടെറൈൻ മാപ്പിംഗ് സ്റ്റീരിയോ ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ക്യാമറ, ലൂണാർ ലേസർ റേഞ്ചിംഗ് ഇൻസ്ട്രുമെന്റ്, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മൂൺ ഇമ്പാക്ട് പ്രോബ്. ഭൂമിയിലിരുന്ന് ഉപകരണങ്ങളിലൂടെ നോക്കുമ്പോൾ ഇടയ്ക്കിടെ നക്ഷത്രങ്ങൾ മറയുന്നത് കാണുന്നു. എന്തുകൊണ്ട്? ഉത്തരം ചിഹ്നഗ്രഹങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട്. MIPയുടെ ഭാരം? ഉത്തരം 40 കിലോഗ്രാം. ഭൂമിയിലെ ഹീലിയത്തിന്റെ അളവ് എത്രയാണ്? ഉത്തരം 15 ടൺ. PSLV C8ന്റെ വാണിജ്യ പ്രാധാന്യം കൂടാതെയുള്ള മറ്റൊരു പ്രത്യേകത എന്താണ്? ഉത്തരം
കോർ എലോൺ വിക്ഷേപണ വാഹനം എന്നത്? ലോകത്തിന്റെ മുഴുവൻ ഊർജ പ്രതിസന്ധിയും പരിഹരിക്കാൻ പോകുന്ന അക്ഷയപാത്രം? ഉത്തരം ചന്ദ്രനിലെ ഹീലിയം 3. ചെറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ഉപയോഗിക്കുന്ന സ്ക്രാംജെറ്റ് വാഹനത്തിന്റെ പേര്? ഉത്തരം RLV. ഓഷ്യൻ സാറ്റ് 2-ൽ ഉള്ള പ്രധാനപ്പെട്ട 3 ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം സമുദ്രവർണ്ണ നിരീക്ഷണ ഉപകരണം സ്കാറ്റ് റോസ. സ്പേസ് സ്യൂട്ടിന്റെ വിലയും ഭാരവും എത്രയാണ്? ഉത്തരം ഏകദേശം 300 കിലോഗ്രാം ഭാരവും 18 ലക്ഷം രൂപയും. ചന്ദ്രനെ പ്രദക്ഷിണം വയ്ക്കുന്ന ആദ്യ അപ്പോളോ പേടകം ഏതാണ്? ഉത്തരം അപ്പോളോ 8. ചന്ദ്രനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾക്കായി ജപ്പാൻ ഒരുക്കുന്ന 2 പദ്ധതികൾ? ഉത്തരം ലൂണാറും സെലീനയും. കൊറോണയെ പറ്റി പഠിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ പദ്ധതി ഏതാണ്? ഉത്തരം ആദിത്യ. നിലാവ് എന്നാൽ എന്താണ്? ഉത്തരം ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെയാണ് നിലാവ് എന്ന് പറയുന്നത്. GPS സംവിധാനത്തിന്റെ ഇന്ത്യൻ മേഖലയിലെ കൃത്യത ഉയർത്താനുള്ള ISROയുടെ ഗവേഷണ പദ്ധതി? ഉത്തരം ഗഗൻ. ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ ലോ എർത്ത് ഓർബിറ്റിലെത്തിക്കാൻ സാധിക്കുന്ന ഭാരം? ഉത്തരം ഏകദേശം 150 കിലോഗ്രാം. ഇറ്റലിയുടെ എജൈൽ ഉപഗ്രഹം വിക്ഷേപിച്ചതിന് ISRO ചിലവാക്കിയ തുക? ഉത്തരം 70 കോടി രൂപ. ഓഷ്യൻ സാറ്റ് ഉപഗ്രഹത്തിന്റെ ഭാരം? ഉത്തരം 952 കിലോഗ്രാം. ആസ്ട്രോമെഡി എന്നാൽ എന്താണ്? ഉത്തരം ആകാശത്തിൽ ഒരു നക്ഷത്രത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കുകയും ആ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കുകയും ചെയ്യുന്നതിനെ ആസ്ട്രോമെട്രി എന്ന് പറയുന്നു. ചന്ദ്രനിലെ പകൽ സമയത്തെ ശരാശരി ഉപരിതല താപനില എത്രയാണ്? ഉത്തരം 100 ഡിഗ്രി സെൽഷ്യസ്. ജീവൻ നിലനിൽക്കുന്ന ഒരേയൊരു ഗ്രഹം? ഉത്തരം ഭൂമി. ഗ്രഹങ്ങളുടെ ആവർത്തനം വിശദീകരിക്കുന്നത് എന്ത് ഉപയോഗിച്ചാണ്? ഉത്തരം സാരോസ് ചക്രം ഉപയോഗിച്ച്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാണുന്ന മരിയ എന്ന് അറിയപ്പെടുന്ന കറുത്ത പാടുകൾ എന്താണ്? ഉത്തരം ബസാൾട്ട് ലാവകൾ ഒഴുകിയിറങ്ങി രൂപപ്പെട്ടവയാണ് ഈ കറുത്ത പാടുകൾ. കൽപ്പന ചൗള ഭ്രമണപഥത്തിലെത്തിച്ച നാസയുടെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം സ്പാർട്ടൻ 204. വിക്ടേഴ്സ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? ഉത്തരം രാജ്യത്തെ മൊത്തം വിദ്യാലയങ്ങളിൽ നേരിട്ട് വിദ്യാഭ്യാസം എത്തിക്കുന്ന പദ്ധതിയാണ് എഡ്യൂസാറ്റ് വഴി വിഭാവനം ചെയ്യുന്നത്. പ്രപഞ്ചത്തിന്റെ ആഴത്തിലെത്തി നോക്കാനുള്ള ഒരു നാഴികക്കല്ലായ ടെലസ്കോപ്പിന്റെ പേര്? ഉത്തരം ഹബിൾ ടെലസ്കോപ്പ്. ഭൂമിയിൽ കണ്ടെത്തുന്നതിന് മുൻപ് സൂര്യനിൽ കണ്ടെത്തിയ മൂലകം ഏതാണ്? ഉത്തരം ഹീലിയം. 1961 സൗരക്കാറ്റിനെ പിടിച്ചെടുത്തത് ഏത് ഉപഗ്രഹമാണ്? ഉത്തരം നാസയുടെ എക്സ്പ്ലോറർ 10. ഭാവിയിൽ നക്ഷത്രങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ കണ്ടുപിടിക്കപ്പെടും എന്ന് 400 വർഷങ്ങൾക്ക് മുൻപ് പ്രവചനം നടത്തിയ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം കെപ്ലർ. ആദ്യമായി ടെലസ്കോപ്പ് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഗലീലിയോ.
2013 ഇന്ത്യയുടെ സുപ്രധാന സൗരയൂഥ ദൗത്യം ഏതാണ്? ഉത്തരം മാഴ്സ് ഓർബിറ്റൽ. ചന്ദ്രനിൽ വെച്ച് ഗലീലിയോവിന്റെ തൂവലും ചുറ്റുകയും എന്ന സിദ്ധാന്തം ചെയ്തു നോക്കിയത് ആരാണ്? ഉത്തരം അപ്പോളോ 15 മിഷൻ കമാൻഡർ ആയിരുന്ന ഡേവിഡ് സ്കോട്ട്. 1997 ചൊവ്വയിലിറങ്ങിയ പാത്ത് ഫൈൻഡർ വാഹനത്തിൽ നിന്നും വേർപെട്ട റോബോട്ടിന്റെ പേര് എന്താണ്? ഉത്തരം സോജേണർ. അനശ്വര പ്രകാശത്തിന്റെ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ചന്ദ്രന്റെ വടക്കൻ ധ്രുവ പ്രദേശത്ത്. ദ്രവരൂപത്തിലുള്ള ചന്ദ്രന്റെ പുറം ഭാഗം അറിയപ്പെടുന്ന പേര്? ഉത്തരം മാഗ്മ സമുദ്രം. സൗരയൂഥ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം കോപ്പർനിക്കസ്. അന്യ ഗാലക്സിയിലേക്ക് വേം ഹോളിലൂടെ എങ്ങനെ കുറുക്കു വഴി കണ്ടെത്താമെന്ന് കാട്ടിത്തന്ന ഹോളിവുഡ് സൂപ്പർ ഹിറ്റ് സിനിമ ഏതാണ്? ഉത്തരം ഇന്റർസ്റ്റെല്ലാർ. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന നൈട്രജൻ ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? ഉത്തരം ഹൈഡ്രോസിൻ. സൂര്യരശ്മി ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 8.317 മിനിറ്റ്. ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഭൂമിയിലെ ഓരോ വസ്തുവിന്റെയും സ്ഥാനം എവിടെയാണെന്ന് അറിയാൻ സഹായിക്കുന്ന സംവിധാനത്തിന്റെ പേര്? ഉത്തരം GPS. ചന്ദ്രനെ വലം വെച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ലൂണ 10. ഏറ്റവും വലിയ ഗാലക്സി ഏതാണ്? ഉത്തരം ആൻഡ്രോമീഡ ഗാലക്സി. ഏത് വർണ്ണരാജിയിലാണ് ഫോർ രേഖകൾ കാണപ്പെടുന്നത്? ഉത്തരം സൗരസ്പെക്ട്രം. ഹൈഡ്രജൻ ബലൂൺ രാവിലെ ആകാശത്തേക്ക് പതിയെ ഉയരുന്നു, എന്നാൽ ഉച്ചയ്ക്ക് ഇതേ ബലൂൺ വേഗത്തിൽ ഉയരുന്നു. എന്താണ് ഇതിന് കാരണം? ഉത്തരം ഉച്ചയ്ക്ക് ചൂട് പിടിച്ച് വികസിച്ച് ഭാരം കുറഞ്ഞ വായു മേലോട്ട് ഉയരുന്നതിനാൽ. വിവിധ മാധ്യമങ്ങളിൽ പ്രകാശ വേഗത ഒരുപോലെയല്ലെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ലിയോൺ ഫുക്കോൾട്ട്. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിന്റെ വർണ്ണരാജി പഠിച്ച് സൂര്യനിലുള്ള പ്രധാന ഘടകം ഹൈഡ്രജൻ ആണെന്ന് കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ആൻഡേഴ്സ് ജോനാസ് ആങ്സ്ട്രം. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരെയാണ്? ഉത്തരം ആര്യഭടൻ. എന്താണ് ഉൽക്കകൾ? ഉത്തരം സൗരയൂഥത്തിലുള്ള ലഘുഗ്രഹങ്ങളും പൊട്ടിച്ചിതറിയ ധൂമകേതുക്കളുടെയും അവശിഷ്ടങ്ങളാണ് ഉൽക്കകൾ. ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ വനിത, ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്നീ റെക്കോർഡുകൾ 2007 സ്വന്തമാക്കിയ ഇന്ത്യൻ വംശജയായ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ്. സ്പേസിൽ നിന്ന് ഭൂമിയുടെ ഗോളാകൃതി ആദ്യമായി കണ്ടത് ആരാണ്? ഉത്തരം യൂറി ഗഗാറിൻ. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷന്റെ പ്രധാന വൈദ്യുത സ്രോതസ് ഏതാണ്? ഉത്തരം സൗരോർജം. യൂജിൻ സെർനാൻ സഞ്ചരിച്ച വാഹനം? ഉത്തരം അപ്പോളോ 17. ചന്ദ്രനിൽ ആദ്യം കാല് കുത്തേണ്ടിയിരുന്നത് താനായിരിക്കുമെന്ന് എഡ്വിൻ ആൽഡ്രിൻ കരുതിയിരുന്നതായി ജെയിംസ് ഡോണോവന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതാണ് ആ പുസ്തകം? ഉത്തരം ഷൂട്ട് ഫോർ ദ മൂൺ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? ഉത്തരം 1.3 സെക്കൻഡ്.
പൗർണമി മുതൽ അമാവാസി വരെയുള്ള കാലയളവിൽ ചന്ദ്രക്കല ചെറുതായി വരുന്ന പ്രതിഭാസം. ഉത്തരം ക്ഷയം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം. ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിലെ ഗർത്തങ്ങൾ നിറഞ്ഞ പ്രദേശം. ഉത്തരം ഹൈലാൻഡ്. സോവിയറ്റ് യൂണിയന്റെ ചാന്ദ്രദൗത്യം. ഉത്തരം ലൂണ. അപ്പോളോ 11 ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങാൻ സഹായിച്ച ചെറുവാഹനം. ഉത്തരം ഈഗിൾ.